പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും ഒക്കെയുള്ള സംശയങ്ങളൊക്കെ കൂടി വരികയാണ്. കാരണം ആദർശിനെ ജയിലിലാക്കിയതിന് പിന്നിൽ ഈ വീട്ടിൽ ആരോ കളിക്കുന്നുണ്ട്. ആദർശ് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ വിവരം അവിടേക്ക് കിട്ടിയിരുന്നു. അത് ആരാണെന്നുള്ളത് കണ്ടെത്തണം എന്നൊക്കെ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. എന്നിട്ട് അത് ഇനി അഭിയാണോ ജലജയാണോ എന്നുള്ളത് മാത്രം ഉറപ്പിച്ചാൽ മതി. കാരണം തകർക്കുക എന്നുള്ള ഉദ്ദേശം അവർക്ക് മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരം എന്താണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മുത്തശ്ശൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജലജയെയും അഭിയെയും ഒക്കെ പോയിട്ട് മുത്തശ്ശൻ കാണുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ആദർശ് ജയിലിലാണ്, ഇനി അവനെ ഇറക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇവിടെ നിന്ന് ആളുകൾ കളിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അന്ത്യമായിരിക്കും. അതിൽ നിങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഭി പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി പറയുന്നത്, ആദർശനെ ജയിലിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നോ, അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ, ഇപ്പം തന്നെ ഞങ്ങളൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയുകയാണ്. ആ ഒരു സമയത്ത് അവരുടെ മുഖഭാവം എന്താണ് എന്നുള്ളത് മുത്തശ്ശൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഒരു കള്ളം പറയുന്നതിൻ്റെ ഒരു ഫീല് മുത്തശ്ശനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ആദർശ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിവരം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അത് രഹസ്യമാക്കി വെച്ചിട്ട് ആദർശ് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ മുത്തശ്ശൻ പോയതിന് ശേഷം അവരെന്താണ് സംസാരിക്കുന്നത് എന്നറിയാനായിട്ട് മുത്തശ്ശൻ വാതിലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, ആ കിളവൻ വന്നത് കൊച്ചുമോനെ നമ്മളൊന്നും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളാണ് കൊച്ചുമോനെ ഈ തോതിലാക്കിയത് എന്നുള്ളത് ആ കിളവൻ അറിയുന്നില്ലല്ലോ. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ആളുകളൊക്കെ എനിക്ക് അവിടെയുണ്ട്. ഇനി ഏക ഉദ്ദേശം മൂർത്തിസ് ജ്വല്ലറി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മൂർത്തിസ് ജ്വല്ലറിനേക്കാളും ഒരു പടി മുകളിലായിട്ട് AN ജ്വല്ലറി എത്തിയിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് എത്തും. അതിനെയാണ് ഞാൻ നവ്യയെ ഇറക്കിയിട്ടുള്ളത്. നവ്യയെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ മൂർത്തിസ് ജ്വല്ലറി എന്നേക്കുമായി പൂട്ടാൻ കഴിയും. കാരണം സ്വന്തം മൂർത്തിസ് ജ്വല്ലറിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് തന്നെ AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ടും സംസാരിക്കുമ്പോഴും പരസ്യം ചെയ്യുമ്പോഴും എല്ലാവരുടെയും വിശ്വാസം തകരാൻ തുടങ്ങും. കാരണം അതിലെന്തോ സത്യമുണ്ട് എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം മുത്തശ്ശൻ അവരുടെ അടുത്തേക്ക് ചെല്ലാതെ ആദർശ് വരാനായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്, അതെടാ എനിക്ക് മനസ്സിലായിരുന്നു നിങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളറിയാതെ ഞാൻ ഇവിടെ നിന്നത്. എന്തായാലും നീ കരുതി വെച്ചോ, ആദർശല്ല ജയിലിലാവാൻ പോകുന്നത് നീയാണ്. എന്നിട്ട് നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ സംരക്ഷിക്കും. നീ ഇവിടുന്ന് എന്നേക്കുമായി പുറത്ത് കിടക്കും. നിന്നെ സംരക്ഷിച്ച നിൻ്റെ അമ്മയും ഇനി പുറത്തായിരിക്കും. ആരുടെയെങ്കിലും ദാസിപ്പണി ചെയ്ത് ജീവിച്ചോട്ടെ എന്നുള്ള തീരുമാനം മുത്തശ്ശൻ എടുക്കുകയാണ്.